ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ അംഗങ്ങൾ നിലയില്ലാതെ പോയി നിലമേലെത്തി നിലത്തിരുന്ന വ്യക്തിയാണ് ഗവർണറെന്ന് പ്രമേയ അവതാരകനായ ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഗവർണർ മാമുക്കോയയുടെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായി കെ ശൈലജയും പറഞ്ഞു. ബിജെപിയുടെ അച്ചാരം വാങ്ങി വന്നാൽ കേരളത്തെ തകർക്കാൻ കഴിയില്ല എന്നതായിരുന്നു കെ.വി. സുമേഷിന്റെ വിമർശനം. 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് അവസാനിപ്പിച്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നാണ് വിമർശനമുയരുന്നത്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ഇ ചന്ദ്രശേഖരന്റെ വിമർശനം ഹാസ്യരൂപേണയായിരുന്നു. നിലയില്ലാതെ പോയി നിലമേലെത്തി നിലത്തിരുന്ന് സമരം നടത്തുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ബിജെപി ഇതര ഗവൺമെന്റുകളെ പ്രയാസപ്പെടുത്താൻ, ശ്വാസം മുട്ടിക്കാൻ ആ ഗവർണർ പദവിയെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയാവുന്നു. ഗവർണർ കാട്ടിക്കൂട്ടുന്നത് പക്വതയില്ലാത്ത പ്രതികരണമാണ്. ഗവർണർ മാമുക്കോയയുടെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായി കെ ശൈലജ. ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷവും ഗവർണർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന രീതികൾ ഒട്ടും പക്വതയില്ലാത്തതാണ്. സർ, വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയാക്കുന്ന പെരുമാറ്റമാണ് കേരളത്തിലെ ഗവർണറിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മാമുക്കോയ അവതരിപ്പിച്ച ഒരു ഹാസ്യഗുണ്ട കഥാപാത്രമുണ്ട്. അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ ജഗതിയുടെ കഥാപാത്രമാണ് ഗവർണറെന്ന് കെ.വി. സുമേഷ്. എലക്ട് ചെയ്ത ജനാധിപത്യത്തിലെ ഗവൺമെന്റ് ആണ് സാർ ഏറ്റവും പ്രാമുഖ്യം. അതിനു മേലെയല്ല മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ. ഏതാണ്ട് ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെയാണ് കേരളത്തിൽ ഇപ്പോൾ ഗവർണർ അനുസ്മരിക്കുന്നത്. ഗവർണർ പദവി തന്നെ വേണ്ട എന്ന നിലപാടും ചർച്ചയ്ക്കിടെ ഉയർന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.